മാറ്റമുണ്ടായിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ വരെ ചെയ്ത അരുതായ്മകളുടെ വഴിയിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കൂല. ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കുന്നു. പാറാവുകാരൻ ചോദിച്ചു, എന്താണ് കാരണം? ബിത്നാ മഅഹു ഫീ ലൈലത്തിൻ ദക്കർനാ ബിയൗമിൽ ഖിയാമ. മറ്റൊന്നുമല്ല, ഞങ്ങളെ മാറ്റിമറിച്ച പ്രതിഭാസം ആയത്തിന്റെ ആഴത്തിലുള്ള ആലോചനയല്ല, ഹദീസിന്റെ ദൈക്ഷണികമായ അപഗ്രഥനമല്ല, മതവിധികളുടെ അവഗാഹമുള്ള പഠനമല്ല, അല്ലെങ്കിൽ സൈദ്ധാന്തികമായ തുലന പഠനങ്ങളല്ല, ആയുധത്തിന്റെ ബലമല്ല, അധികാരത്തിന്റെ പിൻബലമല്ല. ഞങ്ങളെ മുഴുവനും നേരിന്റെ വഴിയിലേക്ക് മാറ്റിക്കൊണ്ടുവന്നത് ബിത്നാ മഅഹു, ഞങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഗനിയുൽ മഖ്ദിസി എന്ന ഞങ്ങളോടൊപ്പം നിങ്ങൾ ജയിലിലടച്ച ഈ പണ്ഡിതന്റെ രാത്രിയിൽ ഞങ്ങൾ കഴിഞ്ഞുകൂടി. അദ്ദേഹത്തിന്റെ രാത്രിയെ ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ അദ്ദേഹം രാത്രി മുഴുവനും കരയുകയാണ്, ഖുർആൻ ഓതുകയാണ്. ഞങ്ങൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഈ ജയിലഴിയിലേക്ക് നിങ്ങളെ വലിച്ചിട്ടതിന്റെ പേരിലാണോ കരയുന്നത്? അബ്ദുൽ ഗനി എന്നവരുടെ മറുപടി അതായിരുന്നില്ല. ഞങ്ങളെ ഈ ജയിലിലേക്ക് വലിച്ചിട്ടതിന്റെ പേരിലല്ല, ദുനിയാവിന്റെ കാരിരുമ്പിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നതിന്റെ പേരിലല്ല. ഞാൻ ഓർത്തുപോകുന്നത് പടച്ചവന്റെ കോടതിയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന പാരത്രിക ലോകത്തെ കോടതിയെ കുറിച്ച് പരിചിന്തനം നടത്തി പരിദേവനത്തോടെ വേദനിച്ചുകൊണ്ട് കരയുകയാണെന്ന് മഹാനായ അബ്ദുൽ ഗനിയെ തങ്ങളങ്ങ് പറയുമ്പോ ആ സമുദായത്തെ മുഴുവനും മാറ്റിമറിക്കുകയാണ്. ഇതാണ് ആത്മീയ വിജ്ഞാനത്തിന്റെ കരുത്ത്, ഇതാണ് ഈമാനികമായ പ്രഭാവത്തിന്റെ ശക്തി. ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും ജയിലറകൾക്കുള്ളിൽ മുസൽമാന്റെ മക്കൾ കിടക്കുന്നുണ്ട്. ഈ സമുദായത്തിന്റെ പ്രതാപത്തിന് വേണ്ടി സമരം ചെയ്തതിനല്ല, ഈ സമുദായത്തിന്റെ ഇസ്സത്തിന് വേണ്ടി നിലകൊണ്ടതിനല്ല, അരുതായ്മകൾ ചെയ്തതിന്റെ പേരിൽ അഴികൾക്കുള്ളിൽ കിടക്കുന്ന മുസ്ലിം നാമധാരികൾ അധികരിച്ച കാലമാണ്. സിറിയയിലെ മുനിസിപ്പാലിറ്റിയിലെയോ മറ്റോ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു. അതിൽ കാണുന്നത് മുസ്ലിം സ്ത്രീകളുടെ പരിഷ്കൃത വേഷമാണ്. ലോക ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചിത്രങ്ങളിൽ മുഴുവനും അനിസ്ലാമികതയുടെയും യൂറോപ്യനിസത്തിന്റെയും സാക്ഷ്യങ്ങളാണ് കാണുന്നത്. ലിബിയയുടെ തെരുവുകളിൽ വലിച്ചഴക്കപ്പെട്ട ജഡങ്ങളെ നോക്കുമ്പോ ഇസ്ലാമിന്റെ നാമങ്ങൾ ഉണ്ടെങ്കിലും മുസൽമാന്റെ ചൈതന്യം കാണുന്നില്ല. സിറിയയുടെ തെരുവോരങ്ങൾ വലിച്ചഴക്കപ്പെടുന്ന ജഡങ്ങളിലേക്ക് നോക്കുമ്പോ ഒരു മുസ്ലിം രാജ്യത്തെ മുസ്ലിം ജനകൂട്ടായ്മയാണെങ്കിലും അവിടെ സ്ത്രീലോകത്തിന്റെ അരുതായ്മകളുടെ സാക്ഷ്യപത്രങ്ങളുണ്ട്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈമാൻ. അതിലേക്ക് വഴിതെളിക്കുന്ന ആത്മീയമായ വിജ്ഞാനം നമ്മളെ ബലികഴിച്ചു കളഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, എന്റെ ശബ്ദം ഓൺലൈനിലൂടെ അറബ് രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന നമ്മുടെ മലയാളി സഹോദരന്മാരുണ്ട്. അവിടെയൊക്കെയുള്ള വ്യവസ്ഥാപിതമായ മതവിദ്യാഭ്യാസം പല അറബ് രാജ്യങ്ങളിലും എടുത്തുപോയി. അവിടുത്തെ ഭൗതിക കലാലയങ്ങളിലെ 1-2 സബ്ജക്റ്റുകൾ മാത്രമായി മതവിദ്യാഭ്യാസം പരിമിതപ്പെട്ടു പോയി. ഖത്തർ പോലെയുള്ള ഒന്നുകൂടി പരിഷ്കൃതമായ രാജ്യങ്ങളിൽ പലപ്പോഴും ആത്മീയമായ വിദ്യാഭ്യാസത്തിന്റെ അധ്യായങ്ങൾ കൂമ്പടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിഷ്കൃത വിദ്യാലയങ്ങളിൽ ഒരു അഡീഷണൽ സബ്ജക്റ്റായോ അല്ലെങ്കിൽ ഉപഭാഷയായോ ഇസ്ലാമികമായ പാഠങ്ങൾ പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, ആത്മീയമായ വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് നമ്മുടെ മക്കൾ കടന്നു വന്നാലല്ലാതെ ഇവർക്ക് ശാശ്വതമായ പരിഹാരമില്ല. എൻ്റെ മകൻ ഒരു എഞ്ചിനീയർ ആകുന്നതിൽ അഭിമാനിക്കുന്നതിനേക്കാൾ, എൻ്റെ മകൻ ഒരു ഡോക്ടറാകുന്നതിൽ അഭിമാനിക്കുന്നതിനേക്കാൾ, എൻ്റെ മകൻ ഒരു പ്രധാനമന്ത്രിയാകുന്നതിൽ അഭിമാനിക്കുന്നതിനേക്കാൾ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം എൻ്റെ മകൻ ഒരു ഉഖറവിയായ ആലിമായി മാറിയാൽ. ഇത് കേവലം അലങ്കാരത്തിന് വേണ്ടി പറയുന്നതല്ല. അറിയുമോ, ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു യമനിലെ ഗവർണറാണ്, യമനിലെ മുഫ്തിയാണ്, ഗവൺമെന്റ് ഖാളിയാണ്. അവിടുത്തെ ഭരണാധികാരിക്ക് അനുകൂലമായി ഫത്വ കൊടുക്കാൻ പറഞ്ഞപ്പോൾ, ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു, നിങ്ങളുടെ ചാട്ടവാറ് ഭയക്കുന്നില്ല എന്ന് പറഞ്ഞ മഹാനാണ്. അവസാനം ബഗ്ദാദിലുള്ള ഖലീഫയ്ക്ക് കംപ്ലൈന്റ് ചെയ്തു,
ശാഫിഈ ഇമാം തങ്ങളുടെ പേരിൽ കള്ളക്കേസ് പറഞ്ഞുണ്ടാക്കി. ശാഫിഈ ഇമാം തങ്ങൾ ഗവൺമെന്റ് വിരോധിയാണെന്ന് പറഞ്ഞു. ബഗ്ദാദ് എന്ന അന്നത്തെ ഭരണതലസ്ഥാനത്തിലേക്ക് ഭരണാധികാരി ഖലീഫ വിളിപ്പിച്ചു. ഒരുപാട് പ്രതികളെ കൊണ്ടുവന്നപ്പോൾ അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാള് ശാഫിഈ ഇമാം തങ്ങളാണ്. അതുകൊണ്ട് ആ യുവാവ് തൽക്കാലം അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളവരെ വിചാരണ ചെയ്തിട്ടാകാം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അങ്ങ് മാറ്റി നിർത്തുമ്പോ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ചോദിച്ചത് തൊട്ടടുത്തുള്ള പാർക്ക് എവിടെയാണെന്നല്ല, തൊട്ടടുത്തുള്ള റിസോർട്ട് എവിടെയാണെന്നല്ല, തൊട്ടടുത്തുള്ള 5 സ്റ്റാർ ഹോട്ടൽ എവിടെയാണെന്നല്ല. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ചോദിച്ചത് ഇവിടുത്തെ ഗവർണർ ആരാ, ഒന്ന് സ്വാധീനിക്കാൻ നോക്കട്ടെ എന്നല്ല, ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആരാ, ഒന്ന് കണ്ടുപിടിക്കട്ടെ എന്നല്ല. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, ഇവിടെ എവിടെയെങ്കിലും ദർസ് നടക്കുന്നുണ്ടോ? അപ്പോഴാണ് ഒരാള് പറഞ്ഞു, അതാ അവിടെ മാലിക്കി മദ്ഹബിലെ നല്ലൊരു ദർസ് നടക്കുന്നുണ്ട്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു നേരെ അങ്ങോട്ട് പോയി. അവിടുത്തെ മുദർരിസ് ആരാണെന്ന് നോക്കുമ്പോൾ പണ്ട് മദീനയിൽ മാലിക്കി ഇമാം തങ്ങളുടെ ദർസിൽ ഓതുന്ന കാലത്ത് പരിചയപ്പെട്ട ഒരു മഹാനാണ്, ഒരു സീനിയർ വിദ്യാർത്ഥിയാണ് ദർസ് നടത്തുന്നത്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ദർസിൽ കൂടുകയാണ്. അവസാനം കോടതിയിൽ നിന്ന് വിളി വരുമ്പോ ശാഫിഈ ഇമാം തങ്ങളെ പള്ളി ദർസിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കോടതി തളത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വിജയം വരിച്ചുകൊണ്ട് ഭരണാധികാരികളെ ഞെട്ടിത്തെരിപ്പിച്ച നേതാവാണ് മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു എന്ന് മനസ്സിലാക്കണം. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അഭിമാനബോധം ജനിക്കേണ്ടത്. എൻ്റെ മകൻ ശാഫിഈ ഇമാമിനെ പോലെ എല്ലാവരുടെ പിൻഗാമികളിൽപ്പെട്ട ഒരു ആലിമായി മാറിയാൽ, എൻ്റെ മകൻ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ വഴിയിലെ ഒരു പണ്ഡിതനായി മാറിയാൽ, എൻ്റെ മകൻ അല്ലാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി വിജ്ഞാനം പഠിക്കുന്ന ഒരാളായി മാറിയാൽ, ലമലായികുൻ തളഉൽ ജനാഹ ലഹു ഇദാ യസ്ആ റിളം ബിമറാമിഹി മുതഖബ്ബലാ. അല്ലാഹുവിൻ്റെ കോടതിയിൽ ഉന്നതമായ പദവി ലഭിക്കുന്ന ആളായി മാറുന്നതാണ് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുന്ന എൻ്റെ മകൻ. അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യനായി മാറുന്ന ആളാണ്. കാരണം എന്തേ? എൻ്റെ മകൻ ഇവിടെ ഡോക്ടറേറ്റിന് അല്ലെങ്കിൽ MBBS പഠിക്കുന്നത് അവൻ നല്ലൊരു വിജ്ഞാനിയാകട്ടെ എന്ന് വിചാരിച്ചല്ല. എൻ്റെ മകനൊരു ഡോക്ടർ ആകട്ടെ എന്ന് വിചാരിച്ച് വാപ്പായും ഉമ്മായും പഠിക്കാൻ വിടുന്നത് എൻ്റെ മോൻ നല്ലൊരു ഡോക്ടറായിട്ട് സമുദായത്തിനൊക്കെ സേവനം ചെയ്യട്ടെ എന്ന് വിചാരിച്ചല്ല. മറിച്ചോ, എൻ്റെ മകൻ ഡോക്ടറാണെന്ന് പറയുമ്പോഴുള്ളൊരു അഭിമാനം, എൻ്റെ മകൻ ഡോക്ടറാകുമ്പോൾ അവന് കിട്ടുന്ന സ്ഥാനം, എൻ്റെ മകൻ ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ളവനാകുമ്പോൾ അവന് കിട്ടുന്ന ശമ്പളം. അവ നമ്മൾ മുഴുവനും മണി ഓറിയന്റഡ്, ഫെയിം ഓറിയന്റഡ്, സ്റ്റാറ്റസ് ബേസ്ഡ് സ്ഥാനമാനങ്ങളെയും ഉന്നതമായ ശമ്പള സ്കെയിലുകളെയും നോക്കിക്കൊണ്ടാണ്. അതേ സമയത്ത് നിങ്ങളുടെ മക്കൾ ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിന് ഇസ്ലാം എതിരല്ല. അതോടൊപ്പം അതിനെ അതിജയിക്കുന്ന ആത്മീയ വിദ്യാഭ്യാസം വേണം. അപ്പോഴാണ് അവർക്ക് അംഗീകാരമുണ്ടാകുന്നത്. നിർബന്ധമായ വിജ്ഞാനം അവന് ഉണ്ടാകണം. അതേതാണ്? ഹദിസ്സലാസതു ഫർളു ഐനിൻ ഫഅരിഫൻ വഅമൽ ബിഹാ തഹ്സുൽ നജാതുൻ വഅതിലാം. മോനെ, നിന്റെ മകൻ നേടിയെടുക്കേണ്ട അനിവാര്യമായ വിദ്യാഭ്യാസം, കമ്പൽസറി എഡ്യൂക്കേഷൻ, അവന് വേണ്ട നിർബന്ധ വിദ്യാഭ്യാസം ഏതാണ്? അവനെ ആരാധനയിലേക്ക്, ആത്മീയതയിലേക്ക്, മനസ്സുകളെ ശുദ്ധീകരിക്കുന്ന വിജ്ഞാനമാണ് അവൻ നേടിയെടുക്കേണ്ടത്. പക്ഷേ നമ്മുടെ മക്കൾ ഇന്ന് നല്ല വിദ്യാഭ്യാസത്തിന് കലാലയത്തിന് മുറ്റത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഏതോ ഒരു പെണ്ണിന്റെ കണ്ണ് കാണുമ്പോഴേക്ക് അവൻ വാപ്പായും ഉമ്മായും ഒക്കെ വിട്ടിട്ട് ചാടിപ്പോകുന്ന കാലമാണ്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ അവരുടെ ജീവിതം മുഴുവൻ കള്ളിന്റെയും പെണ്ണിന്റെയും മയക്കുമരുന്നിന്റെയും തോന്നിവാസത്തിന്റെയും അടിമകളായി ജീവിക്കുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോഴും എറണാകുളത്തെയും മറ്റുമുള്ള ഹോസ്റ്റലുകളുടെ കഥകളാണ്, അനുഭവക്കുറിപ്പുകൾ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്തു കൊണ്ടുവന്നത്.
മുസൽമാന്റെ മക്കൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ അരങ്ങേറുന്ന തോന്നിവാസങ്ങൾ, അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണേണ്ടി വരുന്ന തെറ്റായ അവസരങ്ങൾ, അവിടെ നിറഞ്ഞു കിടക്കുന്ന ദുരാചാരപരമായ സാഹചര്യങ്ങൾ, ഇതെല്ലാം കാണുമ്പോഴാണ് മകൻ ബാംഗ്ലൂരിലാണ്, മൈസൂരിലാണ്, മകൻ കൊച്ചിയിലാണ്, മകൻ തിരുവനന്തപുരത്താണ്, പല സ്ഥലങ്ങളിലും ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന നമ്മുടെ മക്കളുണ്ട്. പക്ഷേ അവരുടെ മുറികളിൽ നിന്നവർ പകർന്നെടുക്കുന്നത് ഒരുപക്ഷേ വ്യഭിചാരത്തിൻ്റെയും കള്ളുകുടിയുടെയും അധ്യായങ്ങളാണ്. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സ്ഥാപനത്തിലെ ഓഫീസിലേക്ക് ഒരു മെഡിക്കൽ വിദ്യാർത്ഥി, ഈ കൊല്ലം MBBS പാസ്സായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിയാണ്. ഒരു ദിവസം കോളേജിന്റെ ഓഫീസിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ ചില സങ്കടങ്ങൾ പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ പിതാവ് നല്ല ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറയുന്നു, ഉസ്താദെ സഹായിക്കണം. എന്താണ് കാരണം? അന്വേഷിച്ചു നോക്കുമ്പോൾ 5ാം ക്ലാസ് മുതൽ പഠിച്ച ഒരു ഈഴവ സഹോദരിയുമായി എൻ്റെ ജീവിതം ഞാൻ പങ്കുവച്ചു പോയി. കുറച്ചു ദിവസം മുമ്പാണ് SSFകാരായ ചിലരെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. അവരിൽ നിന്നാണ് ദീനിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്. ആ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ നിങ്ങളെ തേടി ഇവിടെ വന്നത്. എനിക്കിപ്പോൾ അവരൊക്കെ പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. ഒരു വഴിയൊന്ന് പറഞ്ഞു തരാമോ? ഇത് ഞാൻ കേവലം ഉദാഹരിക്കുകയല്ല, എനിക്ക് നേരിട്ട് അഭിമുഖീകരിക്കാൻ കഴിഞ്ഞൊരു സംഭവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെടുത്തുന്ന എത്ര മുസ്ലിം യുവതകളാണ് നമ്മുടെ നടുവിലുള്ളത്. അവരെ നിയന്ത്രണങ്ങളില്ലാത്ത ലോകത്തേക്ക് ഭൗതികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വിടുന്ന രക്ഷിതാക്കൾ ഇതറിയുന്നുണ്ടോ? അവർക്ക് അനിവാര്യമായ വിജ്ഞാനം കൊടുത്തിട്ടില്ല. ആ അനിവാര്യമായ വിജ്ഞാനമാണ് നമ്മൾ നൽകേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരമാണ് നമ്മൾ നൽകേണ്ടത്. ഇനി എൻ്റെ മകൻ ഒരു ആലിമായിട്ട് അവന് സാമ്പത്തികമായി ഒന്നും ലഭിച്ചില്ലെങ്കിലും അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത പദവി അങ്ങ് നേടിയാൽ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ? യമനിൽ നിന്ന് മഹാനവറുകള് മക്കയിലേക്ക് വരുമ്പോ ഉമ്മാന്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് ഉപഹാരത്തിന്റെ വലിയ ഭാണ്ഡമാണ്. ഉമ്മ പറഞ്ഞു, മോനെ ഈ വീട്ടിലേക്ക് വരേണ്ടതില്ല. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ഉമ്മ? ഇമാം ബൈഹഖി അവിടുത്തെ മനാഖിബുൽ ഇമാം ശാഫിഈയിൽ രേഖപ്പെടുത്തുന്നത് കാണാം. എന്താണെന്ന് ചോദിക്കുമ്പോ പറയുന്നു, മോനെ സാമ്പത്തികമായ ഭാണ്ഡങ്ങളുമായി കടന്നു വരാനല്ല നിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടത്, അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ഒരു ആലിമായി വരാനാണ്. അതുകൊണ്ട് മോനെ, നിന്നെ കൊണ്ട് ഞാൻ സ്വപ്നം കണ്ടത് ഉഖറവിയായ ഒരു ആലിമിനെയാണ്, അല്ലാതെ പണം കൊയ്യുന്ന ഒരു മരമല്ല മോനെ. അപ്പോഴാണ് പരിത്യാഗത്തിന്റെ പറുദീസയിൽ നിന്ന് പരിജ്ഞാനത്തിന്റെ പരവതാനി സ്വീകരിച്ച് വൈജ്ഞാനിക ചക്രവാളത്തിലെ അമരജ്യോതിസായ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമ്മ ഞാൻ ഇതിനെ ഇഷ്ടം വെച്ചിട്ട് കൊണ്ടുവന്നതല്ല. എനിക്ക് ഈ പണത്തോട് മോഹമില്ല, ആശയില്ല, ആഗ്രഹമില്ല, പ്രണയമില്ല, ആർത്തിയില്ല, അത്യാഗ്രഹമില്ല. എനിക്ക് ഞാൻ ഉമ്മ